പ്രിയപ്പെട്ട കൂട്ടുകാരെ, ബാസ് പ്ലസൻസിൻ്റെ +2 ഇംഗ്ലീഷ് ക്ലാസ് റൂമിലേക്ക് ഏവർക്കും സ്വാഗതം. ദ അവർ ഓഫ് ട്രൂത്ത് എന്ന ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടുണ്ടായിരുന്ന ആക്ടിവിറ്റി 7 ലാംഗ്വേജ് പ്രാക്ടീസിൽ നിന്നും കഴിഞ്ഞ ക്ലാസ്സുകളായി നമ്മൾ ടെൻസിൻ്റെ ഒരു ബേസിക് രൂപങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതുപോലെ റിപ്പോർട്ടഡ് സ്പീച്ച് എങ്ങനെയാണ് മോഡിഫൈ ചെയ്ത് ഒരു ഡയറക്റ്റ് സ്പീച്ചിനെ റിപ്പോർട്ട് സ്പീച്ചാക്കി മാറ്റുന്നത് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ 1-2 ക്ലാസ്സുകളായിട്ട് കണ്ടു. ഇനി ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ ഭാഗം ഡിസ്കസ് ചെയ്യാമെന്നുള്ളത് കൊണ്ടാണ് ഇതിനെ വിവിധ എപ്പിസോഡുകളാക്കി തിരിച്ച് നമ്മൾ ക്ലാസ് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെയാണ് പാസീവ് വോയിസ് സെൻറ്റൻസുകൾ ഫോം ചെയ്യുന്നത്, എന്താണ് പാസീവ് വോയിസ്, എന്താണ് അതിൻ്റെ ഉപയോഗം, അത് എങ്ങനെ നമുക്ക് അതിൻ്റെ സെൻറ്റൻസ് സ്ട്രക്ചർ പാറ്റേൺ ഫോം ചെയ്തെടുക്കാം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് അതിൻ്റെ ഡിസ്കഷനിലേക്ക് നീങ്ങാം. അപ്പോൾ ഈ ചാനലിലെ ക്ലാസ്സുകൾ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ക്ലാസ് മുഴുവനായും കേട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനലിലെ മറ്റ് വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. വരും ദിവസങ്ങളിൽ നമ്മൾ +1 ഇമ്പ്രൂവ്മെൻറ്റ് ക്ലാസ്സുകൾ, +1 ക്ലാസ്സുകൾ, അതുപോലെ +2 ഇംഗ്ലീഷ് ക്ലാസ്സുകളൊക്കെ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് പാസീവ് വോയിസ് എന്താണെന്ന് നോക്കാം. ആക്ടിവിറ്റി 7 സെക്ഷൻ C ആയിട്ട് വരുന്നതാണ് പാസീവ് വോയിസ്. ടെൻസ്, റിപ്പോർട്ട് സ്പീച്ച്, പാസീവ് വോയിസ് അങ്ങനെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇവിടെ ഒരു പ്രാക്ടീസ് ചെയ്യാനുള്ള സെഷൻ മാത്രമാണ് ഈ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ബേസിക്സ് അറിയാത്ത കുട്ടികളുണ്ടാവും എന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് അത്തരം വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഇത്തരത്തിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ കാര്യം ചർച്ച ചെയ്യുന്നത്. നോക്കൂ, ഇവിടെ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾസ് ഒന്ന് വായിച്ചു നോക്കൂ. ദ ക്രിമിനൽ വാസ് അറസ്റ്റഡ് യെസ്റ്റർഡേ. ദ താജ്മഹൽ വാസ് ബിൽറ്റ് ബൈ എംപറർ ഷാജഹാൻ. ആൻ ആപ്പിൾ ഹാസ് ബീൻ ഈറ്റൻ ബൈ ഷാഹിന. ദ റോഡ് ഈസ് ബീങ് റിപ്പയർഡ് ബൈ വർക്കേഴ്സ്. അത് ഞാൻ ബ്രാക്കറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം പാസീവ് വോയിസിലുള്ള സെൻറ്റൻസ് സ്ട്രക്ചറുകളാണ്. പാസീവ് വോയിസിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത്, നമ്മൾ ഒരു സെൻറ്റൻസിൽ മിക്കവാറും ഒരു ഡൂവർ ഓഫ് ദ ആക്ഷൻ ഉണ്ടാവും, പ്രവൃത്തി ചെയ്തൊരാളുണ്ടാവും, അതുപോലെ ആ പ്രവൃത്തി റിസീവ് ചെയ്ത ഒരാളും ഉണ്ടാവും. അപ്പോൾ പ്രവൃത്തി റിസീവ് ചെയ്ത ആൾക്ക്, വ്യക്തിക്ക് അല്ലെങ്കിൽ വസ്തുവിന് പ്രാധാന്യം വരുമ്പോൾ അതിനെ സെൻറ്റൻസിൻ്റെ തുടക്കത്തിലേക്ക് കൊണ്ടുവരും. സെൻറ്റൻസിൻ്റെ സ്റ്റാർട്ടിങ്ങിലുള്ള പാർട്ടിനെയാണ് നമ്മൾ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സബ്ജക്റ്റായിട്ട് കൊണ്ടുവരുന്നതിനാണ് ആ സെൻറ്റൻസിൽ പ്രാമുഖ്യം കിട്ടുന്നത് അല്ലെങ്കിൽ ഫോക്കസ് ലഭിക്കുന്നത്. അപ്പോൾ അത് ചെയ്ത വ്യക്തിക്ക് പ്രാധാന്യം കൊടുക്കണമെങ്കിൽ നമ്മൾ ചെയ്ത വ്യക്തിയെ ആദ്യം കൊണ്ടുവന്ന് വെക്കും. അല്ല, ആരുടെ മേലാണോ, ഏത് വസ്തുവിൻ്റെ മേലാണോ പ്രവൃത്തി സംഭവിച്ചത് അതിനാണോ പ്രാധാന്യം കൊടുക്കേണ്ടതെങ്കിൽ അതിനെ നമ്മൾ സെൻറ്റൻസിൻ്റെ തുടക്കത്തിൽ കൊണ്ടുവന്ന് വെക്കും. അപ്പോൾ അതാണ് ഇവിടെ ഫോക്കൽ പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ദ ക്രിമിനൽ വാസ് അറസ്റ്റഡ് യെസ്റ്റർഡേ. ഇതിൽ നമുക്കറിയാം പോലീസാണ് ക്രിമിനലിനെ അറസ്റ്റ് ചെയ്യുന്നതെന്ന് നമുക്കറിയാം. എവിടെയാണെങ്കിലും പോലീസ് തന്നെയാണ് ഇത്തരത്തിൽ തെറ്റുകൾ ചെയ്ത ആളുകളെ അറസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ പോലീസ് എന്നുള്ളതിനവിടെ പ്രാധാന്യമില്ല, പിന്നെ ആർക്കാണ്? ക്രിമിനലിനെ ആണ് പ്രാധാന്യം. അപ്പോൾ അതുകൊണ്ട് ക്രിമിനൽ എന്നുള്ള സെൻറ്റൻസിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ വന്നു. ഇവിടെ ഞാനിപ്പോൾ പ്രാഥമികമായിട്ട് പറയുന്നത് പാസീവ് വോയിസിൻ്റെ ഉപയോഗം ഏത് സാഹചര്യത്തിലാണ് വരുന്നത് എന്നുള്ളതാണ്. പിന്നെ നമ്മൾക്ക് അടുത്ത സ്റ്റേജായിട്ട് എങ്ങനെയാണ് ഇത്തരം സെൻറ്റൻസുകൾ ഫോം ചെയ്യുന്നത് എന്നുള്ളത് അതിൻ്റെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കാം. അപ്പോൾ ദ ക്രിമിനൽ വാസ് അറസ്റ്റഡ് യെസ്റ്റർഡേ. ഇവിടെ ക്രിമിനൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇന്നലെ ക്രിമിനൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്നാണ് അർത്ഥം. പോലീസിനാൽ എന്നുള്ളത് അതിൻ്റെ ബാക്കി വരുന്നുണ്ട്. അത് നമ്മളിവിടെ പറയാതെ തന്നെ അണ്ടർസ്റ്റുഡ് ആണ്. ഇനി അതേ സംഭവം പോലീസ് ക്രിമിനലിനെ അറസ്റ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ എങ്ങനെ പറയണം എന്നുള്ളതാണ് അതിൻ്റെ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത്. പോലീസ് അറസ്റ്റഡ് ദ ക്രിമിനൽ യെസ്റ്റർഡേ. പോലീസ് ക്രിമിനലിനെ ഇന്നലെ അറസ്റ്റ് ചെയ്തു. ഇനി നമുക്ക് രണ്ടാമത്തത് നോക്കാം. ദ താജ്മഹൽ വാസ് ബിൽറ്റ് ബൈ എംപറർ ഷാജഹാൻ. താജ്മഹൽ എംപറർ ഷാജഹാനിലാൽ നിർമ്മിക്കപ്പെട്ടു എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം നോക്കുമ്പോൾ നമുക്ക് വരിക. ഇവിടെ താജ്മഹലിനെയാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. ആര് നിർമ്മിച്ചു എന്നതിനപ്പുറം പിന്നെ താജ്മഹലിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുമ്പോൾ താജ്മഹൽ എന്ന സബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് വന്നു. ഇനി അല്ല, താജ്മഹൽ നിർമ്മിച്ചത് ആരാണ് എന്നതിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന് നമ്മൾ ആക്റ്റീവ് വോയിസിൽ പറയണം. എംപറർ ഷാജഹാൻ ബിൽറ്റ് ദ താജ്മഹൽ. എംപറർ ഷാജഹാൻ താജ്മഹൽ നിർമ്മിച്ചു. ഇവിടെ എംപറർ ഷാജഹാനാണ് പ്രാധാന്യം, ആരാണ് നിർമ്മിച്ചത് എന്നുള്ളതിനാണ് പ്രാധാന്യം. ഇവിടെ ശ്രദ്ധിക്കുക, ഇതിൽ ഫസ്റ്റ് കൊടുത്തതെല്ലാം പാസീവ് വോയിസും ബ്രാക്കറ്റിൽ കൊടുത്തതെല്ലാം ആക്റ്റീവ് വോയിസുമാണ്. നമ്മൾ ടെൻസൊക്കെ പഠിക്കുമ്പോൾ എല്ലാം ആക്റ്റീവ് വോയിസിലാണ് നമ്മൾ പഠിക്കുന്നത്. ആൻ ആപ്പിൾ ഹാസ് ബീൻ ഈറ്റൻ ബൈ ഷാഹിന. ഒരാപ്പിള് ഷാഹിനയാൽ തിന്നപ്പെട്ടു എന്നൊക്കെ പറയാം മലയാളത്തിൽ. അത് അതേപടി ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ആപ്പിളിനാണ് പ്രാധാന്യം, തിന്ന ഷാഹിനാക്കല്ല. അത് കഴിച്ച ഷാഹിനാക്ക് പകരം അത് തിന്നപ്പെട്ട, കഴിക്കപ്പെട്ട ഈ ആപ്പിളിനാണ് പ്രാധാന്യം. ഇനി ഇത് കഴിച്ച ഷാഹിനാക്കാണ് പ്രാധാന്യം കൊടുക്കുന്നതെങ്കിലോ, ഷാഹിന ഹാസ് ഈറ്റൻ ആൻ ആപ്പിൾ. ഷാഹിനയാണ് ആപ്പിള് കഴിച്ചത്, മറ്റാരുമല്ല. അപ്പോൾ അവിടെ ഷാഹിനക്ക് പ്രാധാന്യം വന്നു. ഇനി അടുത്തൊരു എക്സാമ്പിൾ കൂടി നോക്കാം. ദ റോഡ് ഈസ് ബീങ് റിപ്പയർഡ്. എന്നിട്ട് ബ്രാക്കറ്റിൽ ഞാൻ ബൈ വർക്കേഴ്സിന് കൊടുത്തിട്ടുണ്ട്.
റോഡ് റിപ്പയർ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് റോഡ് നന്നായി കിട്ടുക എന്നുള്ളതാണ് പ്രാധാന്യം. അതിൻ്റെ വർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ആ ഒരു കോണ്ടക്സ്റ്റിലെ സെൻസ്. അത് ചെയ്യുക സ്വാഭാവികമായിട്ടും സാധാരണ ജോലിക്കാർ. അപ്പോൾ അതവിടെ ഉണ്ട്, ബൈ വർക്കേഴ്സ് എന്നുള്ളത് അവിടെ ഉണ്ട്. ഇപ്പോൾ മറ്റ് സെൻറ്റൻസിലൊക്കെ ഉണ്ടല്ലേ, ബൈ എംപറർ ഷാജഹാൻ, ബൈ ഷാഹിന എന്ന് പറഞ്ഞ പോലെ ദ ക്രിമിനൽ വാസ് അറസ്റ്റഡ് യെസ്റ്റർഡേ ബൈ ദ പോലീസ് എന്നുണ്ട്. പക്ഷേ ആ ബൈ ദ പോലീസ് എന്നുള്ള അറസ്റ്റ് എന്നുള്ള കോണ്ടക്സ്റ്റിൽ നമുക്ക് ഇല്ലെങ്കിൽ തന്നെ നമുക്ക് അറിയാം, അണ്ടർസ്റ്റുഡ് ആണ്, നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ ബൈ വർക്കേഴ്സിനും ആവശ്യമില്ല എങ്കിൽ ഞാൻ അവിടെ കൊടുത്തതെന്തിനാ വെച്ച് കഴിഞ്ഞാൽ അതിനെ ആക്റ്റീവ് വോയിസിലേക്ക് ആക്കുമ്പോൾ എങ്ങനെയാണ്, വർക്കേഴ്സ് ആർ റിപ്പയറിങ് ദ റോഡ്, വർക്കേഴ്സ് റോഡ് റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ വർക്കേഴ്സിന് പ്രാധാന്യം വന്നു, റോഡിനല്ല പ്രാധാന്യം വന്നത്. അപ്പോൾ ഇതാണ് 4 എക്സാമ്പിൾസ്. ഇനി നമുക്ക് ഇതിൽ നിന്ന് 1-2 എക്സാമ്പിൾസ് എടുത്ത് എങ്ങനെയാണ് ഈ സെൻറ്റൻസ് പാറ്റേൺ വരുന്നത് എന്ന് പരിശോധിക്കാം. അപ്പോൾ ഫസ്റ്റ് എക്സാമ്പിൾ എന്തായിരുന്നു, പോലീസ് അറസ്റ്റഡ് ദ ക്രിമിനൽ യെസ്റ്റർഡേ. ഇതൊരു ആക്റ്റീവ് വോയിസിലെ സ്ട്രക്ചറാണ്. പോലീസ് ഇന്നലെ ക്രിമിനലിനെ അറസ്റ്റ് ചെയ്തു. ഒരു ആക്റ്റീവ് വോയിസിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, സബ്ജക്റ്റ് പ്ലസ് വെർബാണ്, അല്ലെങ്കിൽ സബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി പ്ലസ് വെർബ് പ്ലസ് അതിൻ്റെ ബാക്കി വരുന്ന ഭാഗങ്ങൾ, റെസ്റ്റ് ഓഫ് ദ സെൻറ്റൻസ്, അങ്ങനെയാണ് വരിക. അപ്പോൾ ഇവിടെ പോലീസ് എന്നുള്ളതാണ് ഈ സെൻറ്റൻസിലെ സബ്ജക്റ്റ്, അറസ്റ്റഡ് എന്നുള്ളതാണ് വെർബ് പ്ലസ് ദ റെസ്റ്റ് ഓഫ് ദ സെൻറ്റൻസ്, ദ ക്രിമിനൽ യെസ്റ്റർഡേ. ഇനി ഇതേ സെൻറ്റൻസിനെ പാസീവ് വോയിസിലേക്ക് ആക്കുമ്പോൾ നമ്മൾ നേരത്തെ എക്സാമ്പിളിൽ നമ്മൾ കണ്ടില്ലേ, ദ ക്രിമിനൽ വാസ് അറസ്റ്റഡ് ബൈ പോലീസ് യെസ്റ്റർഡേ. ബൈ പോലീസ് എന്നുള്ളത് ആവശ്യമില്ല, എന്നിരുന്നാലും ഞാനതിവിടെ കൊടുത്തിരിക്കുന്നത് അങ്ങനെ സംഭവം അവിടെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ചില കുട്ടികൾക്കത് അറിയാത്തവരുണ്ടായിരിക്കാം. അപ്പോൾ ഇതിൻ്റെ സ്ട്രക്ചർ കണ്ടോ, സബ്ജക്റ്റ് പ്ലസ് ബി ഫോം, BE. ഞാൻ കഴിഞ്ഞൊരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഈ ഗ്രാമറിൻ്റെ ക്ലാസ് എടുത്തപ്പോൾ എന്താണ് BE എന്ന് ഞാൻ പറഞ്ഞിരുന്നു. BEയുടെ 8 ഫോമുകളുണ്ട്, 8 രൂപങ്ങളുണ്ട്. ബി, ബീയിങ്, BEING, ബീൻ, BEEN, ഈസ്, ആം, ആറ്, വാസ്, വെയർ. ഇതെല്ലാം ബിയുടെ വ്യത്യസ്ത രൂപങ്ങളാണ്. ഇതറിയാത്തവർ നോട്ട് ചെയ്ത് വെക്കണം. എപ്പോഴും ഗ്രാമറിൻ്റെ ക്ലാസ്സുകളൊക്കെ കേൾക്കുമ്പോൾ, ഇനി ഈ ഒരു ചാനലിലൂടെ എന്നല്ല, ഏത് ക്ലാസ്സിലൂടെ നിങ്ങൾ ഗ്രാമർ കേൾക്കുമ്പോഴും ഈ വാക്കുകളുടെയൊക്കെ സ്ഥിരമായ പ്രയോഗം നിങ്ങൾക്ക് കാണാൻ കഴിയും. പ്ലസ് അപ്പോൾ സബ്ജക്റ്റ് പ്ലസ് ബി ഫോം പ്ലസ് V3 എന്നുള്ളതാണ് ഈ സെൻറ്റൻസിൻ്റെ പാസീവ് വോയിസിലേക്ക് മാറ്റിയപ്പോഴുള്ള സ്ട്രക്ചർ. ദ ക്രിമിനൽ വാസ് അറസ്റ്റഡ് ബൈ പോലീസ് യെസ്റ്റർഡേ. ദ ക്രിമിനൽ എന്നുള്ളത് സബ്ജക്റ്റായി മാറി, മറ്റേ സെൻറ്റൻസിൽ അത് ഒബ്ജക്റ്റ് ആയിരുന്നു. അപ്പോൾ ഇവിടെ അത് സബ്ജക്റ്റായി മാറി. പ്ലസ് ബി ഫോം, BE ഫോമിൻ്റെ ഇവിടെ ഉപയോഗിച്ചത് ഏതാണ്, വാസ് എന്നുള്ളത്, പിന്നെ V3. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സബ്ജക്റ്റ് പ്ലസ് ബി ഫോം പ്ലസ് വെർബിൻ്റെ 3rd ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദി വെർബ്, അതാണ് ഒരു പാസീവ് വോയിസിൽ തുടക്കത്തിൽ ഉണ്ടാവേണ്ട സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി ഇതിൽ മറ്റെന്തെങ്കിലും ഓക്സിലറീസ് ആക്റ്റീവ് വോയിസിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പാസീവ് വോയിസിലെ ആ ഓക്സിലറിയുടെ യോജ്യമായിട്ടുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫോം യൂസ് ചെയ്യേണ്ടി വരും. അത് നമുക്ക് അടുത്ത എക്സാമ്പിൾ നോക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ എന്താണ്, സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ് ആണ് ഒരു ആക്റ്റീവ് വോയിസിൻ്റെ കോമൺ ആയിട്ടുള്ള സ്ട്രക്ചർ എങ്കിൽ പാസീവ് വോയിസിൻ്റെ എന്താണ്, ആക്റ്റീവ് വോയിസിലെ ഒബ്ജക്റ്റ്. ഇപ്പോൾ ഇവിടെ ക്രിമിനൽ എന്നുള്ളത് സബ്ജക്റ്റായി മാറി, ദ ക്രിമിനൽ പ്ലസ് ബി ഫോം ഇവിടെ ഏതാണ്, വാസ് എന്നുള്ളതാണ്. ബി ഫോം പ്ലസ് V3, അറസ്റ്റഡ് എന്നുള്ളതിൻ്റെ അറസ്റ്റഡ് എന്നുള്ളത് ഇവിടെ 3rd ഫോം യൂസ് ചെയ്യുന്നു. ഇപ്പോൾ ആക്റ്റീവ് വോയിസിലെ മെയിൻ വെർബ് ഏത് ഫോമിലായാലും ശരി, അത് പാസീവ് വോയിസിലേക്ക് വരുമ്പോൾ നിർബന്ധമായിട്ടും അതിൻ്റെ 3rd ഫോം ഓഫ് ദി വെർബാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് അടുത്ത എക്സാമ്പിൾ കൂടി കാണുമ്പോൾ കൂടുതൽ വ്യക്തമാവും. ഇവിടെ നോക്കൂ, ഷാഹിന ഹാസ് ഈറ്റൻ ആൻ ആപ്പിൾ. ഷാഹിന ഹാസ് ഈറ്റൻ ആൻ ആപ്പിൾ. ഇവിടെ ഷാഹിന എന്നുള്ളതാണ് ഈ ആക്റ്റീവ് വോയിസ് സെൻറ്റൻസിലെ സബ്ജക്റ്റ്. പിന്നെ കണ്ടോ, ആക്റ്റീവ് വോയിസിൽ തന്നെ ഒരു ഓക്സിലറി ഉണ്ട്, എന്താണ്, ഹാസ് എന്നുള്ളത്. അപ്പോൾ ആ ഹാസിനെ നമ്മൾ എന്ത് ചെയ്യണം, പാസീവ് വോയിസിന് ഉപയോഗിക്കണം. അതിൻ്റെ പുറമെ പാസീവ് വോയിസിൽ ബി ഫോം വേറെ വേണം, അതൊരു ഓക്സിലറി തന്നെയാണ്, അത് വേറെ വേണം. പിന്നെ ഇവിടെ വെർബ് എന്താണ്, ഈറ്റൻ എന്നുള്ളതാണ്. പിന്നെ ഒബ്ജക്റ്റ് ആൻ ആപ്പിൾ. അപ്പോൾ ഇവിടെ ഷാഹിന ഹാസ് ഈറ്റൻ ആൻ ആപ്പിൾ എന്നുള്ളത് ആക്റ്റീവ് വോയിസ് ആണ്. ഇനി അതിനെ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ ആക്റ്റീവ് വോയിസിലെ ഒബ്ജക്റ്റ് ആൻ ആപ്പിൾ എന്നുള്ളതിനെ സബ്ജക്റ്റിൻ്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു, ആൻ ആപ്പിൾ. പിന്നെ ആക്റ്റീവ് വോയിസിൽ ഹാസ് ഈറ്റൻ, അതിലൊരു ഓക്സിലറി ഓൾറെഡി ഉണ്ട്, ഹാസ് എന്നുള്ളത്. അപ്പോൾ ആൻ ആപ്പിൾ ഹാസ് എന്നുള്ളത് അവിടെ കൊണ്ടുവന്നു. പിന്നെ ബി ഫോം നിർബന്ധമാണ്. അപ്പോൾ ഇവിടെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ബി ഫോം എന്ന് പറയുന്നത് ബീൻ എന്നുള്ളതാണ്. ഇവിടെ ബീൻ ഉപയോഗിക്കാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ്. ഹാസ് കഴിഞ്ഞാൽ ഇവിടെ 3rd ഫോം ഓഫ് ദി വെർബാണ് വരേണ്ടത്. അപ്പോൾ അങ്ങനെ ബിയുടെ 3rd ഫോം ആയിട്ടുള്ള ബീൻ ഉപയോഗിച്ചു. പ്ലസ് ഈറ്റൻ, പിന്നെ ബൈ ഏജൻ്റ് ആയിട്ടാണ് സബ്ജക്റ്റ് വരിക, ബൈ ഷാഹിന. ഈറ്റൻ എന്നുള്ളത് ശ്രദ്ധിച്ചോ,
V3 തേർഡ് ഫോം ഓഫ് ദി വേർബാണ്. ഇനി നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്ന മറ്റൊരു എക്സാമ്പിൾ കണ്ടല്ലേ, ദ റോഡ് ഈസ് ബീങ് റിപ്പയർഡ് ബൈ വർക്കേഴ്സ്. അപ്പോൾ അതിൻ്റെ ആക്റ്റീവ് വോയിസ് നമുക്ക് ആദ്യം എടുക്കാം. വർക്കേഴ്സ് ആർ റിപ്പയറിംഗ് ദ റോഡ്. വർക്കേഴ്സ് എന്നുള്ള സബ്ജക്റ്റ്, അതിൽ ആൾറെഡി ഉള്ളൊരു ഓക്സിലറിയാണ് ആർ എന്നുള്ളത്. റിപ്പയറിംഗ് എന്നുള്ളത് അതിൻ്റെ മെയിൻ വേർബ്, ദ റോഡ് എന്നുള്ളത് അതിൻ്റെ ഒബ്ജക്റ്റ്. ഇനി നമുക്ക് അതിനെ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ കണ്ടല്ലേ എന്താണ്, ദ റോഡ് ഈസ് ബീങ് റിപ്പയർഡ്. അപ്പോൾ ദ റോഡ് എന്നുള്ള ആക്റ്റീവ് വോയിസിലെ ഒബ്ജക്റ്റിനെ പാസീവ് വോയിസിൽ സബ്ജക്റ്റ് ആക്കി കൊണ്ടുവന്നു, ദ റോഡ്. പിന്നെ ആർ എന്നുള്ള ഓക്സിലറി നേരത്തെ സെൻറ്റൻസിലുണ്ട്. അപ്പോൾ ഇവിടെ ദ റോഡ് എന്നുള്ളത് സിംഗുലർ ആയപ്പോൾ എന്തായി, ആർ എന്നുള്ളത് ഈസായി മാറി, അതിൻ്റെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫോം ഉപയോഗിച്ചു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബി ഫോം നിർബന്ധമാണ്. ഇത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആകുമ്പോൾ സബ്ജക്റ്റ് കഴിഞ്ഞാൽ പിന്നെ ഓക്സിലറിയും കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ING ഫോമാണ്. അപ്പോൾ ഇവിടെ BE എന്നതിൻ്റെ ING ഫോമാണ് ബീയിങ് എന്നുള്ളത്. അപ്പോൾ ദ റോഡ് ഈസ് ബീയിങ്. പിന്നെ ഞാൻ പറഞ്ഞു ആക്റ്റീവ് വോയിസിൽ റിപ്പയറിങ് എന്നുള്ളത്, ഈറ്റൺ എന്നുള്ളത്, ബിൽറ്റ് എന്നുള്ളത്, അറസ്റ്റഡ് എന്നുള്ളത്, അതിൻ്റെയൊക്കെ തേർഡ് ഫോമാണ് പിന്നെ ഉപയോഗിക്കേണ്ടത് ബി ഫോം കഴിഞ്ഞാൽ. അപ്പോൾ ബീയിങ് കഴിഞ്ഞിട്ട് തേർഡ് ഫോം റിപ്പയറിങ് എന്നുള്ളതിൻ്റെ തേർഡ് ഫോം അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം എന്താണ്, റിപ്പയർഡ്. കഴിഞ്ഞിട്ട് ബാക്കി സെൻറ്റൻസിൽ നേരത്തെ ബൈ ഏജൻ്റായിട്ട് ആക്റ്റീവ് വോയിസിൻ്റെ സബ്ജക്റ്റ് ആയിട്ടുള്ള വർക്കേഴ്സിനെ ചേർത്തു, ബൈ വർക്കേഴ്സ്. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇറ്റ് ഈസ് റിമാർക്കബിൾ ഹൗ റാപ്പിഡ്ലി ദ കൺട്രി ഈസ് ഡെവലപ്പിംഗ്. പ്രോഗ്രസ് ഡാഷ് എവരിവെയർ. ഇവിടെ നമ്മൾക്ക് നമ്മളുടെ കോമൺ സെൻസ് യൂസ് ചെയ്ത് ഇവിടുത്തെ ടെൻസ് എന്താണെന്ന് മനസ്സിലാക്കി ചെയ്യാണ് വേണ്ടത്. ഇവിടുത്തെ കൺട്രി ഈസ് ഡെവലപ്പിംഗ് എന്നുള്ളൊരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അപ്പോൾ മിക്കവാറും ആൻസറുകളിലൊക്കെ മറ്റു ടൈം സൂചനകളൊന്നും ഇല്ലെങ്കിൽ, സമയത്ത് സൂചിപ്പിക്കുന്ന മറ്റു പ്രയോഗങ്ങളൊന്നും ഇല്ലെങ്കിൽ പൊതുവേ ഇവിടെ അപ്പോൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് തന്നെ ആയിരിക്കും ആൻസറിലും വരുന്നത്. അപ്പോൾ പ്രോഗ്രസ് ഈസ് ബീയിങ് മെയ്ഡ് എവരിവെയർ, ഈസ് ബീയിങ് മെയ്ഡ് എവരിവെയർ. ഈസ് എന്നുള്ളത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ ഓക്സിലറി ആണ്. ബീയിങ് എന്നുള്ളത് പാസീവ് വോയിസിൽ കണ്ടിന്യൂസ് ടെൻസ് ആണ് സൂചിപ്പിക്കാനുള്ള ബി ഫോമാണ്. പിന്നെ മെയ്ക്ക് എന്നുള്ളതിൻ്റെ തേർഡ് ഫോമാണ് മെയ്ഡ് എന്നുള്ളത്. ഇൻ ദ ടൗൺ ഓൾഡ് ഹൗസസ് ആർ ബീയിങ് പുൾഡ് ഡൗൺ. ക്വസ്റ്റ്യനിൽ പുൾഡ് ഡൗൺ എന്നുള്ളതാണ് അതിൻ്റെ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് പറയുമ്പോൾ ഓൾഡ് ഹൗസസ് പ്ലൂരലാണ്. അപ്പോൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ പിന്നെ സബ്ജക്റ്റിൻ്റെ കൂടെ അടുത്തത് വരേണ്ടത് ആർ എന്നുള്ളതാണ്. പിന്നെ ING ഫോമാണ് വരേണ്ടത്, അത് BEയുടെ ING ഫോം ബീയിങ്. പിന്നെ തേർഡ് ഫോം ഓഫ് ദി വെർബ് പുൾ ഡൗൺ എന്നുള്ളതിന് തേർഡ് ഫോം എന്താണ്, പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം എന്താണ്, പുൾഡ് ഡൗൺ. ആൻഡ് ഫൈൻ ന്യൂ ബ്ലോക്സ് ഓഫ് ഫ്ലാറ്റ്സ് ആർ ബീയിങ് പുട്ടപ്പ്. പുട്ടപ്പ് എന്നുള്ളതാണ് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത്. പുട്ടപ്പ് എന്നുള്ളതിൻ്റെ സെക്കൻഡ് ഫോമും തേർഡ് ഫോമും ഒക്കെ പുട്ടപ്പ് എന്ന് തന്നെയാണ്, പുട്ട്. അപ്പോൾ ആർ ബീയിങ് പുട്ടപ്പ് ഇൻ ദെയർ പ്ലേസ്. ലാർജ് ഫാക്ടറീസ് ആർ ബീയിങ് ബിൽഡ്. ദേ സ്ട്രക്ചറിനാണ് ഫോളോ ചെയ്യുന്നത്. വിത്തിൻ ഈസി റീച്ച് ഓഫ് ദ ടൗൺ ഇൻ ദീസ് ഓൺലി ദ മോസ്റ്റ് മോഡേൺ മെഷീനറി ഈസ് ബീയിങ് ഇൻസ്റ്റാൾഡ്. ഇൻസ്റ്റാൾ എന്നുള്ളതിൻ്റെ ഈസ് ബീയിങ് ഇൻസ്റ്റാൾഡ് ആയി. ഗുഡ് ഹൈവേസ് ആർ ബീയിങ് കൺസ്ട്രക്റ്റഡ് to connect one town with another. In the countryside too, a great deal is being done to increase agriculture production through new techniques. Irrigation schemes are being introduced. അപ്പോൾ ഇവിടേക്ക് എന്താ സംഭവിക്കുന്നത്, പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ പാസീവ് സ്ട്രക്ചറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈസ് ബീയിങ് ഡൺ, ആർ ബീയിങ് ഇൻട്രൊഡ്യൂസ്ഡ്. വിച്ച് വെയർ വൺസ് ഡെസേർട്ട് ആർ ബീയിങ് എക്സ്റ്റെൻസീവ്ലി cultivated. It is a pleasure to see how much is being achieved through planning and hard work. അപ്പോൾ ഏകദേശം ഒരു ചിത്രം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്കഷനിലേക്കൊന്നും നമ്മൾ പോയിട്ടില്ല. വളരെ ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചറുകൾ വെച്ച് ഒരു ചെറിയ ഓർമ്മപ്പെടുത്തൽ. ഞാൻ പറഞ്ഞില്ല, ടെക്സ്റ്റ് ബുക്കിലുള്ളത് നിങ്ങൾക്കുള്ള അറിവ് വെച്ച് ആൻസർ എഴുതാനാണ്. പക്ഷേ കുറച്ച് കാര്യങ്ങൾ കൂടി ഓർമ്മിച്ചെടുത്ത് നമുക്ക് ആൻസറിലേക്ക് പോകാം എന്നുള്ള രീതിയിലാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഉപകാരപ്രദമായ വീഡിയോ ആണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.